Hello, welcome back to Tashin's Corner. Hope you all are safe and healthy, and if you are watching my channel for the first time, please subscribe my channel, and if you find the videos informative, please like, share and comment in the comment box. And also if you have any doubt, please comment in the comment box. I'll reply as soon as possible. So ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ദി മൗണ്ടെയിൻ ആൻഡ് ദ സ്ക്വിറൽ എന്ന് പറയുന്ന ഒരു പോയമാണ്. ആ പോയത്തിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ സെഷനും ആക്ടിവിറ്റി സെഷനുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പോയത്തിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്, കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് മെയ്ഡ് ദ സ്ക്വിറൽ ആംഗ്രി? യെസ്, സ്ക്വിറലിന് ആംഗ്രി ആവാൻ കാരണം എന്തുകൊണ്ടാണ് സ്ക്വിറൽ ദേഷ്യപ്പെട്ടത്? എന്തുകൊണ്ടാണ് സ്ക്വിറൽ ദേഷ്യപ്പെട്ടത്? യെസ്, ഫ്രം ദി പോയം നമുക്ക് കാണാൻ സാധിക്കും, The mountain called the squirrel the little prig. Yes, mountain squirrelനെ little prig എന്ന് വിളിച്ചു അല്ലേ? യെസ്, നീചൻ, കള്ളൻ, അങ്ങനത്തെ ഒരുപാട് എന്താ പറയുക ബാഡ് വേർഡാണ് ഈ പ്രിഗ് എന്നത്. സോ മൗണ്ടെയിൻ സ്ക്വിറലിനെ ലിറ്റിൽ പ്രിഗ് എന്ന് വിളിച്ച സമയത്താണ് സ്ക്വിറലിന് ദേഷ്യം വന്നത്. യെസ്, സോ ദ ആൻസർ ഈസ് The mountain called the squirrel little prig that made the squirrel angry. അതാണ് ഉത്തരം. The mountain called the squirrel little prig that made the squirrel angry. So next question. The squirrel speaks of a spear. What does it mean? Yes, പോയത്തിൽ സ്പിയർ എന്ന് പറയുന്നുണ്ട് അല്ലേ? സ്പിയർ എന്ന് വെച്ചാൽ എന്താണ്? ഡിസ്ക്രിപ്ഷനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, പോയത്തിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ പറഞ്ഞിട്ടുണ്ട് അത്. The spear means earth. ഈ ഇവിടെ പറയുന്ന സ്പിയർ എന്ന് പറയുന്നത് എർത്തിനെയാണ് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടാലൻസ് ഡിഫർ. വാട്ട് ഡസ് ദി പോയറ്റ് മീൻ ബൈ ദിസ് എക്സ്പ്രഷൻ? യെസ്, ടാലൻസ് ഡിഫർ എന്നത് കൊണ്ട് പോയറ്റ് ഇവിടെ എന്താണ് ഉദ്ദേശിച്ചിട്ടുള്ളത്? യെസ്, എല്ലാവർക്കും എല്ലാ കഴിവുകളും ലഭിക്കില്ല അല്ലേ, പക്ഷെ ഓരോരുത്തർക്കും അവരുടേതായ കഴിവുകൾ ഉണ്ടാകും. സോ ഹിയർ ടാലൻസ് ഡിഫർ മീൻസ് every living beings are equally important in this earth because yes, they have their own talents and their own role in the earth. So that the expression talents differ means yes, each creature's talents are different from others, so all are important in this earth. Next question, how did the mountain and the squirrel settle their argument? Yes, അവരവരുടെ തർക്കം എങ്ങനെയാണ് അവസാനിപ്പിച്ചത്? സ്ക്വിറൽ സമ്മതിച്ചു കൊടുക്കുന്നുണ്ടല്ലേ കുറച്ച് കാര്യങ്ങൾ, എന്നിട്ട് മൗണ്ടെയിനോട് പറയുന്നുണ്ട്, മൗണ്ടെയിൻ നിങ്ങൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ ടാലൻറ്റഡ് ആണ്, എനിക്ക് കഴിയാത്തത് നിങ്ങൾക്ക് കഴിയും, നിങ്ങൾക്ക് കഴിയാത്തത് എനിക്കും സാധിക്കും. സോ അങ്ങനെയാണ് അല്ലേ. സോ ആ കാര്യങ്ങൾ എന്തൊക്കെയാണ്? യെസ്, സ്ക്വിറൽ അഗ്രീഡ് ദാറ്റ് ഹി വാസ് സ്മോൾ. യെസ്, ലിറ്റിൽ പ്രിഗ് എന്ന് പറഞ്ഞപ്പോൾ സ്ക്വിറൽ പറഞ്ഞ കാര്യം എന്താണ്? യെസ്, ഓഫ് കോഴ്സ് ഞാൻ സ്മോൾ ആണ്, ബട്ട് ഐ ആം നോട്ട് അറ്റ് ഓൾ ഡിസ്ഗ്രേസ്ഡ് ബൈ മൈ പ്ലേസ്. യെസ്, എൻ്റേതായ ഒരു പ്ലേസിലോ സൈസിലോ ഐ ആം നോട്ട് ഡിസ്ഗ്രേസ്ഡ്, ഞാനൊരു ഷെയിമും കാണുന്നില്ല, എനിക്കൊരു നാണക്കേടും അനുഭവപ്പെടുന്നില്ല. ഈവൻ ദോ ഐ ആം എ സ്മോൾ ക്രീച്ചർ, എനിക്ക് എൻ്റേതായ ഒരു റോളുണ്ട്. ഐ ഹാവ് മൈ ഓൺ റോൾ ഇൻ ദിസ് എർത്ത് ആൻഡ് ഓൾസോ യു ഹാവ് യുവർ ഓൺ role and importance in this earth. So talents are different from each other. My talents are not at all suitable for you and your talents are not at all suitable for me. So ഇങ്ങനെയാണ് സ്ക്വിറലും മൗണ്ടെയിനും തമ്മിലുള്ള ഒരു ആർഗ്യുമെൻറ്റ് സെറ്റിൽ ചെയ്തത്. യെസ്, ടാലൻസ് ഡിഫർ, സൈസ് ഡിഫർ, യെസ്, പ്ലേസ് ഡിഫർ, ഓൾ എവറിത്തിങ് ഡിഫർ ഫ്രം ഈച്ച് അതർ, ബട്ട് ഐ ഹാവ് മൈ ഓൺ റോൾ, യു ഹാവ് യുവർ ഓൺ റോൾ. അങ്ങനെയാണ് ആ ഒരു തർക്കം അവസാനിപ്പിച്ചത്. നെക്സ്റ്റ് ഈസ്, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഡസ് നോട്ട് മാച്ച് വിത്ത് ദ തീം ഓഫ് ദി പോയം? യെസ്, പോയത്തിൻ്റെ തീമുമായിട്ട് കണക്ഷൻ ഇല്ലാത്ത, ബന്ധമില്ലാത്ത, മാച്ച് അല്ലാത്ത കാര്യം ഏതാണ്, സെൻറ്റൻസ് ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. നമുക്ക് സെൻറ്റൻസ് വായിച്ചു നോക്കാം. എവറി ക്രിയേച്ചർ ഇൻ ദ വേൾഡ് ബിഗ് ഓർ സ്മോൾ ഹാസ് ഇറ്റ്സ് ഓൺ ഇമ്പോർട്ടൻസ്. ഈച്ച് പേഴ്സൺ ഹാസ് ഹിസ് or her own individual talents. Everything in this world has a role of its own. Nothing is greater or less than any other. The mountain requests for squirrel's help. ഇതിലേതാണ് ഒരു കണക്ഷനും ഇല്ലാത്ത, ഒരു മാച്ചും ഇല്ലാത്തൊരു സെൻറ്റൻസ് എന്ന് പറയുന്നത്? നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും അല്ലേ. ദ ഫോർത്ത് സെൻറ്റൻസ്, ദ മൗണ്ടെയിൻ റിക്വസ്റ്റ് ഫോർ ദ സ്ക്വിറൽസ് ഹെൽപ്പ്. മൗണ്ടെയിൻ സ്ക്വിറലിൻ്റെ ഹെൽപ്പാണോ ചോദിച്ചത്? അല്ല അല്ലേ, മൗണ്ടെയിൻ സ്ക്വിറലിനെ കളിയാക്കുകയാണല്ലേ ചെയ്തത്. സോ ദ സെൻറ്റൻസ് ഈസ്, ദി മൗണ്ടെയിൻ റിക്വസ്റ്റ് ഫോർ ദ
squirrels help. സോ അടുത്തത് എന്ന് പറയുന്നത് ആക്ടിവിറ്റി ആണ്. ആക്ടിവിറ്റി നമ്പർ 1 എന്താണ്? Fill in the columns with appropriate expressions given in the brackets. Yes, കോളത്തിൽ ഫില്ല് ചെയ്യാനാണ് പറയുന്നത് ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന വേർഡ്സ്, എക്സ്പ്രഷൻസ്. സോ എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്? വെരി ബിഗ്, സ്മോൾ, ക്യാൻ ക്യാരി ഫോറസ്റ്റ് ഓൺ ദി ബാക്ക്, ക്യാൻ ക്രാക്ക് എ നട്ട്. യെസ്, സ്ക്വിറലിന് കഴിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് ഓഫ് ഓൾ, യെസ്, സ്ക്വിറൽ എന്ന് പറയുന്നത് സ്മോൾ ആണ് അല്ലേ? യെസ്, ഫസ്റ്റ് ബോക്സിൽ സ്മോൾ എന്ന് എഴുതുക. അടുത്ത മൗണ്ടെയിൻ്റെ ബോക്സിൽ എന്ത് എഴുതും? മൗണ്ടെയിൻ്റെ കോളത്തിൽ യെസ്, വെരി ബിഗ്. മൗണ്ടെയിൻ വെരി ബിഗ് ആണ്, സ്ക്വിറൽ വെരി സ്മോൾ ആണ്. അടുത്തത് എന്താണ്? യെസ്, സ്ക്വിറലിൻ്റെ കാര്യത്തിൽ ക്യാൻ ക്രാക്ക് എ നട്ട്. സ്ക്വിറലിന് നട്ട് ക്രാക്ക് ചെയ്യാൻ സാധിക്കും, അത് മൗണ്ടെയിൻ സാധിക്കില്ല. അടുത്ത മൗണ്ടെയിൻ്റെ കോളത്തിൽ എന്താ എഴുതുക? ക്യാൻ ക്യാരി ഫോറസ്റ്റ് ഓൺ ദി ബാക്ക്. ഫോറസ്റ്റ് ക്യാരി ചെയ്യും അല്ലേ? മൗണ്ടെയിൻ ഫോറസ്റ്റ് ക്യാരി ചെയ്യും. So next activity is read the last 4 lines of the poem. A very pretty squirrel track, talents differ, all is well and wisely put. If I cannot carry forest on my back, neither can you crack a nut. ഇത് ആ പോയത്തിൻ്റെ 4 ലൈൻസ് ആണ്, ലാസ്റ്റ് 4 ലൈൻസ് ആണ്. ഇൻ ദ ഫസ്റ്റ് ലൈൻ ദി വേർഡ് ട്രാക്ക് ഹാസ് ദ സെയിം സൗണ്ട് ആസ് ദി വേർഡ് ബാക്ക്. ഇൻ ദ തേർഡ് ലൈൻ, യെസ്, എന്താണ്? സ്ക്വിറൽ ആ ഫസ്റ്റ് ലൈനും തേർഡ് ലൈനും ശ്രദ്ധിക്കുക. ട്രാക്ക്, ബാക്ക്. ദി വേർഡ് ട്രാക്ക് റൈംസ് വിത്ത് ദ വേർഡ് ബാക്ക് അല്ലേ? അതൊരു റൈമിംഗ് വേർഡാണ്, റൈം സ്കീമാണ്. യെസ്, പിക്ക് ഔട്ട് മോർ റൈമിംഗ് വേർഡ്സ് ഫ്രം ദി പോയം. പോയത്തിൽ നിന്നും റൈമിംഗ് വേർഡ്സ് കണ്ടെത്താനാണ് പറയുന്നത്. എന്താണ്? യെസ്, ഫസ്റ്റ് ലൈനിൽ നമുക്ക് നോക്കാം അല്ലേ? സ്ക്വിറൽ, ക്വാറൽ, അത് റൈമിംഗ് വേർഡ്സ് അല്ലേ? നെക്സ്റ്റ് ഈസ് പ്രിഗ്, ബിഗ്, അത് റൈമിംഗ് വേർഡ്സ് ആണ്. വെദർ, ടുഗെദർ, യെസ്, ദാറ്റ്സ് ഓൾസോ റൈമിംഗ് വേർഡ്സ്. ഇയർ, സ്പിയർ, അതും റൈമിംഗ് വേർഡ്സ് ആണ്. പിന്നെ എന്താണ്? ട്രാക്ക്, ബാക്ക്, ഇതും റൈമിംഗ് വേർഡ്സ് ആണ്. സോ ഇതൊക്കെയാണ് റൈമിംഗ് വേർഡ്സിൻ്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. അടുത്തത് എന്താണ്? അടുത്ത ആക്ടിവിറ്റി നമ്പർ 3, read the following lines from the poem. The mountain and the squirrel had a quarrel, and the former called the latter little prig. In the third line, the sound L is repeated in the beginning of the words latter and little. This is an example for alliteration. Yes, alliterations-ന് എക്സാമ്പിൾ ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് എന്ത്? latter, little, prig. Look at another example. My love's red rose. In this example, R sound is repeated 3 times. Now identify and write down words that are examples for alliteration from the last 4 lines of the poem. Yes, last 4 linesൽ നിന്നും alliterations-ന്റെ എക്സാമ്പിൾസ് എഴുതാനാണ് പറയുന്നത്. നമുക്ക് നോക്കാം അല്ലേ? alliteration എന്ന് വെച്ചാൽ എന്താണ്? ഈ ഒരു എക്സാമ്പിൾ തന്നെ എടുത്താൽ ഒരേ ലൈനിൽ എൽ എന്ന ആ ഒരു സൗണ്ട് റിപ്പീറ്റ് ചെയ്ത് വന്നു, അതിനെയാണ് അലിട്രേഷൻ എന്ന് പറയുന്നത്. സോ ഇംഗ്ലീഷ് ആൽഫബറ്റ്സിൽ ഒരേ ലൈനിൽ, പോയത്തിൽ ഒരേ ലൈനിൽ ഒരേ സൗണ്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ അതിനെയാണ് അലിട്രേഷൻ എന്ന് പറയുക. എക്സെപ്ഷണൽ കേസ് ഉണ്ട്. എക്സെപ്ഷണൽ കേസ് എന്ന് വെച്ചാൽ അതിൽ ഉൾപ്പെടുത്താത്ത അല്ലെങ്കിൽ അതിൽ ഉൾപ്പെടാത്തത് എന്താണ്? വൊവൽസ് ആണ്. AEIOU എന്ന് പറയുന്ന ഈ സൗണ്ട്സിൽ ഉള്ള ഏത് സൗണ്ട് റിപ്പീറ്റ് ചെയ്ത് വന്നാലും അത് അലിട്രേഷനിൽ നമ്മൾ കണക്കാക്കില്ല. സോ ഇങ്ങനെ സൗണ്ട്സ് റിപ്പീറ്റ് ചെയ്ത് വരുന്നതിനെയാണ് അലിട്രേഷൻ എന്ന് പറയുക. ഇനി നമ്മൾ ആ ലാസ്റ്റ് ലൈനിൽ നോക്കാനാണ് പറയുന്നത്, ലാസ്റ്റ് 4 ലൈനിൽ നോക്കാനാണ് പറയുന്നത് അലിട്രേഷൻസ് ഉണ്ടോ ഇല്ലയോ എന്നത്. നമുക്ക് ഒന്ന് നോക്കാം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരേ വരിയിലായിരിക്കണം ഈ ഒരു സെയിം ലെറ്റർ അല്ലെങ്കിൽ സെയിം സൗണ്ട് റിപ്പീറ്റ് ചെയ്യുന്നത്. 2 ലൈൻസിലൊക്കെ ആണെങ്കിൽ അത് അലിട്രേഷൻസ് ആയിരിക്കില്ല കേട്ടോ. സോ നമുക്ക് അലിട്രേഷൻസിൻ്റെ എക്സാമ്പിൾസ് ആ 4 ലൈൻസിൽ നിന്നും ഒന്ന് നോക്കാം. എ വെരി പ്രെറ്റി സ്ക്വിറൽ ട്രാക്ക്, അതിൽ റിപ്പീറ്റഡ് സൗണ്ട്സ് ഒന്നും ഇല്ല അല്ലേ? ടാലൻസ് ഡിഫർ, ഓൾ ഈസ് വെൽ ആൻഡ് വൈസ്ലി പുട്ട്. യെസ്, ഈ ലൈനിലുണ്ട് അല്ലേ? വെൽ ആൻഡ് വൈസ്ലി, ഡബ്ല്യുവിൻ്റെ അവർ സൗണ്ട് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. സോ വെൽ ആൻഡ് വൈസ്ലി അത് അലിട്രേഷൻ ആണ്. ഇഫ് ഐ കനോട്ട് ക്യാരി ഫോറസ്റ്റ്
on my back. Yes, ഏതാണ് alliteration? അവിടെയുമുണ്ട് cannot carry. Yes, cannot carry forest on my back. Neither can you crack a nut. Yes, can you crack? Sound വന്നില്ലേ, സീൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് ഓൾസോ alliteration. അടുത്തത് ആക്ടിവിറ്റി നമ്പർ 4. റൈറ്റ് എ സമ്മറി ഓഫ് ദി പോയം ചൂസിങ് റെലവൻറ്റ് സെൻറ്റൻസസ് ഫ്രം ദോസ് ഗിവൺ ബിലോ. യെസ്, പോയത്തിൻ്റെ ഒരു രത്ന ചുരുക്കം എഴുതാനാണ് പറയുന്നത്. താഴെ കുറച്ച് സെൻറ്റൻസസ് കൊടുത്തിട്ടുണ്ട്, അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു സമ്മറി, ഒരു ബ്രീഫ് സമ്മറി എഴുതാനാണ് പറയുന്നത്. എന്തൊക്കെയാണ് സെൻറ്റൻസസ്? ദി മൗണ്ടെയിൻ ആൻഡ് ദി സ്ക്വിറൽ ബിഗിൻ എ quarrel with each other. They quarrel because the mountain feels that it is more important. The squirrel says that it takes a year to make all sorts of things and weather. The squirrel says that he is quicker than the mountain. The mountain has got many trees on it. The squirrel says the mountain is wise. The squirrel is grateful to the mountain for giving him a path to move along. The poem tells us that everyone has his or her own talent and hence everyone has a contribution to make. Yes, ഈ ഒരു സെൻറ്റൻസസ് ഒക്കെ വെച്ചിട്ട് ഒരു സമ്മറി എഴുതാനാണ് പറയുന്നത്. നമ്മളെപ്പോഴും ഒരു പോയത്തിൻ്റെ സമ്മറി എഴുതുന്ന സമയത്ത് ആദ്യം തന്നെ എഴുതേണ്ടത് എന്താണെന്ന് വെച്ചാൽ ദി മൗണ്ടെയിൻ ആൻഡ് ദ സ്ക്യൂരൽ. ദി പോയം ദി മൗണ്ടെയിൻ ആൻഡ് ദ സ്ക്യൂരൽ വാസ് റിട്ടൺ ബൈ റാൽഫ് വാൽഡോ എമേഴ്സൺ. പിന്നെ അദ്ദേഹം ആരാണ് എന്നത് നമുക്കിവിടെ അറിയാം അല്ലേ? ഹി വാസ് an American philosopher. So the poem The Mountain and the Squirrel was written by Ralph Waldo Emerson, who was an American philosopher, essayist and poet. His main works were related to the relationship between man and nature. ഇതും കൂടി ഒന്ന് ഇൻക്ലൂഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. The poem begins with a quarrel between the mountain and the squirrel. The mountain thinks that or feels that it is more important than the squirrel, and the mountain called the squirrel a little prig. During at that time squirrel became very angry, and the squirrel says that it takes a year to make all sorts of things and weather. So not only the big things but also the small things are very important in this universe or in this earth. And also the squirrel reminds the mountain that the squirrel is more active than the mountain. The squirrel says he is quicker than the mountain. And the squirrel is also saying some more things, that the squirrel says the mountain is very wise. Yes, he is admitting that the mountain made the track for the squirrel to run. So for that the squirrel is grateful to the mountain. And at the same time the squirrel is saying about that if the mountain have the power to bear the forest on his back, at the same time the mountain did not have the power to crack a nut. So all the creatures in the earth are differently talented, and everyone's contribution to earth have its own importance. Every creature has its own role and space in the earth. So that's all about that summary ഞാൻ പറഞ്ഞു തരികയാണ് ചെയ്യുന്നത്. ടീച്ചേഴ്സൊക്കെ നമുക്ക് ഒരുപാട് ടൈം ഇങ്ങനെ നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്ത് തരുന്ന സമയത്ത് നമ്മൾ അത് ബൈ ഹാർട്ട് പഠിക്കുന്നതല്ലാതെ നമ്മളുടേതായ കോൺട്രിബ്യൂഷൻസ് ഒന്നും അതിൽ ആഡ് ചെയ്യില്ല. ഇപ്പം ഞാൻ ഈ പറഞ്ഞു തന്നിട്ടുള്ള മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് വഴി നിങ്ങൾ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പോയി ഒരു നോട്ട് എടുക്കുക, എന്നിട്ട് പോയിൻറ്റ്സ് ഒക്കെ നോട്ട് ചെയ്യുക, എന്നിട്ട് നിങ്ങളുടേതായ സെൻറ്റൻസസിൽ അല്ലെങ്കിൽ നിങ്ങളുടേതായ രീതിയിൽ ആൻസർ എഴുതാൻ ശ്രമിക്കുക. എന്നിട്ടത് നിങ്ങളുടെ ടീച്ചർക്കോ അല്ലെങ്കിൽ അത് ഈ ഒരു കമൻറ്റ് ബോക്സിലോ ഇടുകയാണെങ്കിൽ അത് മറ്റുള്ളവർക്കും യൂസ്ഫുൾ ആകും. അല്ലെങ്കിൽ നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടീച്ചർ അത് കറക്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. സോ ബൈ റൈറ്റിംഗ് നിങ്ങൾക്ക് നിങ്ങളുടെ റൈറ്റിംഗ് സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യാൻ
സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ഒരു ആൻസറും ഞാൻ റൈറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ടൈപ്പ് ചെയ്തിട്ട് സ്ക്രീനിൽ കാണിക്കാത്തത്. ഒരുപാട് റിക്വസ്റ്റ് എനിക്ക് വരുന്നുണ്ട്, ടീച്ചർ പ്ലീസ് റൈറ്റ് ദോസ് ആൻസേഴ്സ് ഓൺ ദ സ്ക്രീനിൽ കാണിക്കാനോ അല്ലെങ്കിൽ എഴുതി കാണിക്കാനോ ഒക്കെ പറയുന്നുണ്ട്. സോ അങ്ങനെ നമ്മൾ പ്രത്യേകിച്ച് ലാംഗ്വേജ് ഒരു സയൻസ് സബ്ജക്റ്റോ മാത്സ് സബ്ജക്റ്റോ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഓഫ് കോഴ്സ് നമുക്ക് ആൻസർ വന്ന കാര്യങ്ങളൊക്കെ നമുക്ക് എഴുതി വെക്കാനായിട്ട് സ്ക്രീനിൽ കാണിക്കാം. കാരണം അതൊരു മെയിൻ ആൻസർ ആയിരിക്കും, ഒരു സിംഗിൾ ആൻസർ ആയിരിക്കും. പക്ഷേ ലാംഗ്വേജസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ആൻസർ എന്ന് പറയുന്നത് നമുക്ക് പല രീതിയിൽ എഴുതാൻ സാധിക്കും. ഇപ്പോൾ ഞാനീ പറഞ്ഞു തന്ന സെൻറ്റൻസസ് എന്ന് പറയുന്നത് ഇതിനേക്കാൾ എത്രയോ ഭംഗിയിൽ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. സോ അതുകൊണ്ട് തന്നെ ദ ആൻസേഴ്സ് വോണ്ട് ബി ഡിസ്പ്ലേഡ് ഓൺ ദ സ്ക്രീൻ. യു മസ്റ്റ് റൈറ്റ് ദ ആൻസേഴ്സ് ബൈ ഹിയറിംഗ് ദീസ് പോയിൻറ്റ്സ്. യു ഇലാബറേറ്റ് ദോസ് ആൻസേഴ്സ്. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ദി സ്ക്വിറൽ ആൻഡ് ദി മൗണ്ടെയിൻ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ആക്ടിവിറ്റി സെഷനും. സോ ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റുഡ് ദീസ്. ആൻഡ് ഇഫ് യു ഫൈൻഡ് ദ വീഡിയോ ഇൻഫോർമേറ്റീവ്, പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ്. ആൻഡ് ഇഫ് യു ഡിഡ്ന്റ് സബ്സ്ക്രൈബ് യെറ്റ്, പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.